ഇനി ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. നമ്മൾ ഒരു സീഡ്, ഒരു വിത്ത് നമ്മുടെ മണ്ണിൽ നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വിത്ത് മുളച്ച് ഇല വന്ന് കായ് വന്ന് പൂ വന്ന് അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഇതും സെയിം പ്രോസസ്സാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് മറ്റേ ശക്തിമരുന്നൊന്നും അല്ല, ഒരു പ്രോസസ്സാണ്. നോർമൽ ഒരു ന്യൂട്രീഷൻ ഫുഡ് മാത്രമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ന്യൂട്രീഷൻ ഫുഡ് സപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ട പ്രോപ്പർ ന്യൂട്രീഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും വെയിറ്റ് ലോസ് ചെയ്യുന്നതും. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് ഓരോ റിസൾട്ട് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രോസസ്സിനെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഇപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്തു, എല്ലാവരും പറയുന്ന പരാതിയാണ്, ഞാൻ ഇന്ന് കറക്റ്റായിട്ട് നോക്കി എനിക്ക് നാളെ വെയിറ്റ് കുറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ദിവസം നോക്കി എനിക്ക് വെയിറ്റ് കുറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇന്നലെ നോക്കി ഓക്കെ സമ്മതിച്ചു, പക്ഷെ നിങ്ങൾ 2 ദിവസം മുന്നേ എന്താ ചെയ്തത്? 2 ദിവസം മുന്നേ നിങ്ങൾ ഡയറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസിൽ അത് വേരിയേഷൻ കാണിക്കും. നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക, ഞാൻ ഇന്നലെ കറക്റ്റായിരുന്നു, ഇന്നലെ കറക്റ്റായിരുന്നു, ഇന്നലെ കറക്റ്റായിരുന്നു. 2 ദിവസം മുന്നേ നിങ്ങൾ കറക്റ്റായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായിട്ടുള്ള കൺസിസ്റ്റന്റ് എന്ന് ഞാൻ പറഞ്ഞു. കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. ഡെയിലി ബേസിൽ വെയിറ്റ് കുറയണം, നിങ്ങൾക്ക് ഫാറ്റ് കുറയണം, BMI വേണം, കൃത്യമായുള്ള കൺസിസ്റ്റൻസി വേണം. കല്യാണത്തിന് പോയാലും വേറെ പരിപാടിക്കൊക്കെ പോയിട്ട് നമ്മൾ ഡയറ്റ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവസ്ഥ ഒരു ഫോളോ അപ്പ് കൊണ്ട് മാത്രം പിറ്റേ ദിവസത്തെ വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അപ്പൊ നിങ്ങൾ കോച്ചിനോട് പരാതി നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഇന്നലെ കറക്റ്റായിരുന്നു, 2 ദിവസം മുമ്പ് എന്തായിരുന്നു അക്രമം കാണിച്ചത്? അത് നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ടേ പരാതി പറയാവുള്ളൂ. പിന്നെ നമ്മുടെ വെയിറ്റ് ലോസ് സമയത്ത് ഞാൻ പറഞ്ഞു, വെയിറ്റ് ലോസ്, ഫാറ്റ് ലോസ്, BMI ലോസ്. നിങ്ങൾ ഒരു ദിവസം ചെയ്തു, പിറ്റേ ദിവസം നിങ്ങൾ 2 ദിവസം മുന്നേ കറക്റ്റായിരുന്നു, ഒരാഴ്ചയായിട്ട് എല്ലാം കറക്റ്റാണ്. നിങ്ങൾ ഒരു ദിവസം വെയിറ്റ് മെഷീൻ കയറുന്നു, നിങ്ങൾക്ക് ഒരേ വെയിറ്റ്. 2-ാമത്തെ ദിവസം അതേ വെയിറ്റ്, 3-ാമത്തെ ദിവസം അതേ വെയിറ്റ്. സമാധാനമായിട്ട് പ്രോഗ്രാം ചെയ്യുക. വെയിറ്റ് ലോസ് നടന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ശരീരത്തിലെ മെഷർമെന്റ് ലോസ് ആവുന്നുണ്ട്, ഫാറ്റ് ലോസ് നടക്കുന്നുണ്ട്, BMI ലോസ് നടക്കുന്നുണ്ട്, അതിൽ ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് നടക്കുന്നുണ്ട്, സ്കിന്നിൽ ഇമ്പ്രൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ റിസൾട്ടുകളാണ്. അപ്പോൾ എല്ലാ ദിവസവും വെയിറ്റ് കുറഞ്ഞില്ല എന്നുള്ള പരാതി പറയരുത്. നമുക്ക് വെയിറ്റ് ലോസ് മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, വെയിറ്റ് ലോസ് മാത്രമല്ല, വെയിറ്റ് കുറയണം, ഫാറ്റ് കുറയണം, BMI കുറയണം. അപ്പൊ അതിൻ്റെതായ പ്രോസസ്സുകളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 2-3 കിലോ വെയിറ്റ് ഫാസ്റ്റ് ആയിട്ട് കുറയും. അത് കഴിയുമ്പോൾ 2-3 ദിവസം നിങ്ങളുടെ വെയിറ്റ് അവിടെ സ്റ്റക്ക് ആവും. കാര്യം എന്താണ്? അത്രയും വെയിറ്റ് കുറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് ടൈറ്റ് ആവണം, നിങ്ങളുടെ ഫാറ്റ് കുറയണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയുള്ളൂ. അതല്ല നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങൾക്ക് 10 കിലോ 10 ദിവസം കൊണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് സാഗ് ആവും, നിങ്ങളുടെ ബോഡി ഷേപ്പ് മൊത്തത്തിൽ പോകും. അപ്പൊ കൃത്യമായിട്ട് ഹെൽത്തി വേരി ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് വേണം? ടൈം വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് 3 ദിവസമായിട്ടും നിങ്ങളുടെ വെയിറ്റിൽ വേരിയേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിനോട് പറയുക, 3 ദിവസമായിട്ട് ഞാൻ കറക്റ്റ് ആയിട്ടാണ് ചെയ്യണത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കൺസിസ്റ്റൻസി കറക്റ്റ്. 100% ഞാൻ കറക്റ്റ് ആയിട്ടാണ് ചെയ്യണത്, എന്റെ വെയിറ്റ് 3 ദിവസമായിട്ട് അനങ്ങിയിട്ടില്ല, എന്ത് ചെയ്യണം? അപ്പൊ സൊല്യൂഷൻ തരും, ഡയറ്റ് ചേഞ്ച് ചെയ്ത് തരും, പ്രൊഡക്റ്റിന്റെ യൂസേജ് പേഴ്സണലൈസ് ചെയ്ത് തരും, പല പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ചെയ്യണം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കണം, കറക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന്. 3 ദിവസമായിട്ട് വെയിറ്റ് നിങ്ങൾക്ക് കുറയുന്നില്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുക. 4-ാമത്തെ ദിവസം നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ കോച്ചിനോട് പറയുക. അന്നേ ദിവസം കോച്ച് മസ്റ്റായിട്ട് ഡയറ്റ് ചേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്ക് 5-ാമത്തെ ദിവസം മസ്റ്റായിട്ട് വെയിറ്റ് കുറഞ്ഞിരിക്കും. കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. കൃത്യമായിട്ട് കോച്ച് പറയുന്ന പോലെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ചില ആൾക്കാർ ഒരു ദിവസം വെയിറ്റ് കൂടി വെയിറ്റ് എടുത്തില്ല. നിങ്ങൾക്ക് ഒരു ദിവസം വെയിറ്റ് കൂടിയാലും വെയിറ്റ് ഇട്ട് തരണം. എന്നാലാണ് ആ ഒരു പ്രോഗ്രാം എങ്ങനെ അടുത്ത ദിവസം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയത്തുള്ളൂ. ഇപ്പൊ വെയിറ്റ് കൂടുമ്പോൾ ഓൾറെഡി നമ്മൾ ചോദിക്കും, എന്താ വെയിറ്റ് കൂടിയെന്ന് ചോദിക്കും. അതല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും വെയിറ്റ് കൊണ്ട് കൂടിയെന്ന്. അപ്പൊ പിറ്റേ ദിവസം ഡയറ്റ് ചേഞ്ച് ചെയ്താണെങ്കിൽ എത്ര വെയിറ്റ് കൂടി നമുക്ക് അറിയണം, എന്നാലല്ലേ അടുത്ത ദിവസം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിച്ചാലും, കുറഞ്ഞാലും കൂടിയാലും മെയിൻറ്റെയിൻ ചെയ്താലും എല്ലാം ചെയ്താലും കൃത്യമായി ഡെയിലി ഫോട്ടോ ഇട്ട് തരിക. അതൊരു ഹാബിറ്റായിട്ട് മാറ്റുക. ഹാബിറ്റായിട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. സിമ്പിൾ ആയിട്ട് നിങ്ങൾ വെയിറ്റ് കൂടിയാലും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മനുഷ്യന്മാരാണ്, എല്ലാവർക്കും ഓരോരോ സിറ്റുവേഷൻസ് വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിയാം. അപ്പൊ നിങ്ങളിത് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ചെയ്യാനുള്ളത്. കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക, കൃത്യമായിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക. കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഡയറ്റ്, ഫോളോ അപ്പ്, പ്രൊഡക്റ്റിന്റെ യൂസേജ് കൃത്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നല്ല റിസൾട്ട് ലഭിക്കും, ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സഹായിക്കുന്നതാണ്. എല്ലാവരും കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക, ഹെൽത്തി ഹാപ്പിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.